ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി മസാല മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ആഡ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ്. 2 മിനിറ്റ് അല്ലേ? ഷെഫ് തിരക്കണ്ടി ഓടിക്കോളൂ, ഞാൻ ഇളക്കാം. മസാല ആയി കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി താറാവ് ബോയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വയ്ക്കാൻ പോവാണെങ്കിൽ നമ്മൾ താറാവ് എടുത്ത് ബോയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ. നമ്മൾ സവോള അല്ലേ, സവോള അവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു സൈഡിൽ നിന്ന് പാവുന്നേ ഉള്ളൂ. എല്ലാം പെട്ടെന്ന് തീർക്കണം, കാരണം ഊണിന് കാലാകാനുള്ള സമയമായി, ആക്കേണ്ട സമയമായി. സവാള അരിഞ്ഞത്, സവോള ഇടാണ്. സവോള ഇട്ടു. സവാള വഴറ്റുമ്പോൾ അതിൽ തന്നെ ഉപ്പ് ചേർക്കണം. കുറച്ച് ഉപ്പിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റാൻ പോവാണ്. ഇതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 3 കൂടി വഴറ്റിയതിന് ശേഷം താറാവ് ഇടുക. നമ്മൾ മസാല വറുത്തില്ലേ, അതിൽ ചേർത്ത് അതേ ക്വാണ്ടിറ്റി തന്നെ. നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയല്ലോ, ആ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഇതിൽ ഇടുന്നത്. ഇത് എത്ര കിലോ ആണ്? ഇത് 6 കിലോ. 6 കിലോ. 3 താറാവാണ്. ഏകദേശം 6 കിലോ. 6 കിലോൻ്റെ താറാവാണ്. കേൾക്കാം. താറാവ് നമ്മൾ യാതൊരു ഇടാൻ പോവാണ്. ഓക്കെ. മാംസത്തിന് അല്പം കട്ടി കൂടുതലാണ്. നല്ല രീതിയിൽ തന്നെ വേവിക്കണം. അതായത് ഇവിടെ നാടൻ താറാവ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ കൊണ്ടുവരാണല്ലോ. അപ്പോൾ നമ്മൾ താറാവ് ഇട്ടു. വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. ഇത് നമ്മൾ എത്ര നേരത്തേക്ക് വെക്കേണ്ടി വരും? ഏകദേശം ഇതും 15 മിനിറ്റ് തന്നെ ബോയിൽ ചെയ്യേണ്ടി വരും. 15 മിനിറ്റ് തന്നെ ബോയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ ഈ താറാവ് ബോയിലാണ്. വെള്ളം ഒഴിച്ച് വേവിക്കണം. ഇതിൽ വെള്ളം ഒഴിച്ച് വേവിക്കണം. ഈ ഒരു മസാലയിലും ബാക്കി നമ്മൾ ചേർത്ത എല്ലാത്തിനും കൂടി ചേർന്ന് ഒരു 15 മിനിറ്റോളം വേവിക്കാം. വെള്ളം അധികം ആവശ്യമില്ല, നിരപ്പിന് മാത്രമല്ല. ഒരു ഇതിൽ നിരപ്പിന് മാത്രം നമ്മൾ വെള്ളം ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ മൂടി വയ്ക്കാൻ പോവാണ്. മൂടി വയ്ക്കാൻ വേണ്ടി പാത്രം എടുത്തു. ഇനി ഒരു 15 മിനിറ്റോളം ഇത് ഇവിടെ കിടന്ന് ബോയിലാവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മീൽസിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ആ തിരക്കിലധികം ബുദ്ധിമുട്ടിക്കണ്ട. അത് പെട്ടെന്ന് ഇങ്ങനെ നടന്നോട്ടെ. സാമ്പാർ മാറ്റി. ഇനി എന്താ നമ്മൾ വയ്ക്കാൻ പോകണം? ഇവിടെ തോരൻ വയ്ക്കാൻ പോകണേ. മീൽസിനുള്ള തോരൻ വയ്ക്കുകയാണ്. വെക്കട്ടെ, അധികം ശല്യപ്പെടുത്തണ്ട, ഇതാവട്ടെ. അപ്പോൾ ഊണിൻ്റെ കറികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ശരിക്കും ആ നെയ്യൊക്കെ അങ്ങ് തെളിഞ്ഞു വന്നുണ്ട് താറാവിലെ. ഇനി ഏകദേശം താറാവ് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിൽ തേങ്ങ, നമ്മൾ വറുത്ത തേങ്ങയൊക്കെ അരച്ച് ചേർക്കണേ. അപ്പോൾ അത് അരക്കണമല്ലോ. നമ്മൾ നേരത്തെ വരച്ച മസാല ഉണ്ടോ, ഒന്ന് അരക്കണം. അരച്ചത് ഇതിനകത്തോട് ചേർക്കാൻ പോകണത് അവിടെ ഇപ്പം അരയ്ക്കും. അപ്പോൾ അതൊന്ന് അരയ്ക്കാം.
അപ്പോൾ നമ്മൾ ഇതായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ മസാല അരച്ചു, അത് ഇങ്ങോട്ട് ഇടാൻ പോവാണ്. നല്ല കട്ട ഇതായിട്ടുണ്ട്. തിക്ക് ഗ്രേവി ആവുമല്ലോ ഇത് ഏകദേശം. സെമി ഗ്രേവിയാണ്. അതിന് ഏകദേശം മൊത്തം ഒരു ഡാർക്ക്, ഒരു എന്താ പറയുക, ഡാർക്ക് ബ്രൗൺ ആ ഒരു രീതിയിൽ. തേങ്ങ വറുത്തരച്ച കറിയല്ലേ. മസാലകൾ മാറിപ്പോരുത്. മറ്റു മായങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി ഒക്കെയാണ്. അല്പം വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കണം അല്ലേ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തിക്കായി പോകും. കുറച്ച് വെള്ളം ചേർക്കുന്നു. കുറച്ച് വെള്ളം ചേർത്തു. നന്നായി തിളപ്പിച്ച ശേഷം അല്പം മല്ലിയില. എത്ര നേരം പിടിക്കും അത്? 5 മിനിറ്റ് മതി. 5 മിനിറ്റ്. അപ്പോൾ 5 മിനിറ്റ് ഉള്ളിൽ നമ്മുടെ അരപ്പൊക്കെ തിളയ്ക്കും. അപ്പോഴേക്കും മല്ലിയില അരിഞ്ഞ് വെക്കണം. കസൂരി മേത്തി. ഉലുവയുടെയാണ്. ഉലുവേല ഉണക്കിയതാണ്. ഉലുവയുടെ സ്മെല്ല് തന്നെ. അല്ല, ഉലുവയുടെ സ്മെല്ല് തന്നെ. ഉലുവയുടെ സ്മെല്ലാണ്. ഒന്ന് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം എണ്ണയിലോട്ട് നമ്മൾ ആ സമയം കൊണ്ട് ഇത്തിരി മീൻ അങ്ങ് കോരി ഇടാൻ പോവാണ്. കൊഴുവ ഫ്രൈ ചെയ്യാൻ പോവാം. കൊഴുവ ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ കൊഴുവ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് മസാല നേരത്തെ എന്തൊക്കെയാണ്? ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇടിച്ച മുളക്, ചെറുനാരങ്ങ നീര്, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് അങ്ങ് മിക്സ് ചെയ്തേക്കണേ. ഇത് ഇപ്പം തന്നെ ആവുമായിരിക്കും. അത്യാവശ്യം തിളച്ച് കഴിഞ്ഞു. ഇതിലേക്ക് കസൂരി മേത്തി, പിന്നെ നമ്മുടെ മല്ലിയില ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിപ്പോൾ ആയോ? ആയിക്കഴിഞ്ഞു. കറി ഏകദേശം കറിയായി. അപ്പോൾ നമ്മുടെ കറി താറാവ്, നല്ല താറാവ് വറുത്തരച്ചല്ല, തേങ്ങ വറുത്തരച്ച താറാവ് കറി റെഡി ആയിട്ടുണ്ട്. കുട്ടനാടൻ താറാവ് കറി. ഇപ്പോൾ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമല്ലോ. നമ്മുടെ മീൻ ഇവിടെ കറുമുറ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഏറ്റവും അവസാനം തൂക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പാവും. നമ്മുടെ താറാവായി. നമ്മുടെ താറാവ് കറി, കുട്ടനാടൻ താറാവ് കറി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊഴുവ വറുത്ത് കോരുകയാണ്. സ്റ്റെയിനറിലോട്ട് എടുത്ത് അങ്ങ് കോരുകയാണ്. കുട്ടനാടൻ താറാവ് കറി എൻ്റെ ഫ്രണ്ടിൽ ഇപ്പുണ്ട്. നമ്മുടെ കൊഴുവ ഫ്രൈ, നെത്തോലി ഫ്രൈ കോരുകയാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇന്ന മീനൊന്നുമില്ല. മീൻ എല്ലാം ഇഷ്ടമാണ്. പിന്നെ സാൽമോൺ ഫിഷൊക്കെ, പിങ്ക് സാൽമൺ ആണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ അത് കോരി. അപ്പോൾ നമ്മുടെ ഫ്രൈയും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ശ്രീയേട്ടാ, ഞാൻ ഫ്രണ്ടിൽ പോരുന്ന അങ്ങനെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ്. ഇതങ്ങോട്ട് എത്തിച്ചേക്കണം. അങ്ങോട്ട് എത്തിച്ചെന്നാൽ വളരെ ഉപകാരം. താങ്ക് യു. പോവാം. തീർച്ചയായിട്ടും വരും. ഞാൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടാവും. ഇപ്പോൾ നമുക്ക് നേരെ അവിടെ പോയി കഴിക്കാം.